ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ കാണുന്ന ചില കുറിപ്പുകളുണ്ട്. പോലീസ് ഇൻസ്പെക്ടറായിരുന്ന വിജയകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. ആ സംഭവം മാത്രമല്ല, അതിനുശേഷം നടന്ന ചില കാര്യങ്ങളാണ് വീണ്ടും എപ്പോഴും ചർച്ചയാകുന്നത്. 2010 സെപ്റ്റംബർ 12-ന് മലപ്പുറം ജില്ലയിലെ ചോക്കാട് പോലീസ് സ്റ്റേഷനിലെ വിജയകൃഷ്ണൻ എന്ന പോലീസ് സബ് ഇൻസ്പെക്ടറും അവിടുത്തെ പോലീസ് സംഘവും മുജീബ് റഹ്മാൻ എന്നൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പീഡനക്കേസിലെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി വീട്ടിലെത്തിയ കാളികാവ് സ്റ്റേഷനിലെ ഗ്രേഡ് SI VP വിജയകൃഷ്ണനെ മുജീബ് റഹ്മാൻ കയ്യിലുള്ള നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമത്തിന് മുജീബ് റഹ്മാനെതിരെ കേസ് നിലവിലുണ്ടായിരുന്നു. കൊല ചെയ്യപ്പെട്ട സബ് ഇൻസ്പെക്ടർ വിജയകൃഷ്ണനെ ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പ്രതിയും കുടുംബവും അടുത്തുള്ള കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 12 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംഭവം നടന്നത്. അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് പ്രതി ഭാര്യയെയും 2 മക്കളെയും കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. ജില്ലാ കുടുംബ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതിയുടെ വീട്ടിൽ പോയത്. വെടിയേറ്റ് വീണ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയായിരുന്നു. പിന്നീട് പ്രതികളെ തേടി പോലീസ് കാട്ടിൽ മുഴുവൻ തിരച്ചിൽ നടത്തിയപ്പോൾ മുജീബ് റഹ്മാന്റെയും ഭാര്യയുടെയും മൃതശരീരങ്ങളാണ് നിലമ്പൂർ കാട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഭാര്യയെ വെടിവെച്ച ശേഷം മുജീബ് ആത്മഹത്യ ചെയ്തതാണെന്ന് വടക്കൻ മേഖല പോലീസ് ഡയറക്ടർ ജനറൽ മഹേഷ് കുമാർ ശിംഗ്ല അറിയിച്ചിരുന്നു. ഭാര്യയും 10 വയസ്സുള്ള ദിൽഷാദ് എന്ന മകനും 4 വയസ്സുള്ള മുഹ്സിനയും അടങ്ങുന്നതാണ് മുജീബിന്റെ കുടുംബം. കാട്ടിൽ ഇവർ ഒരു രാത്രി മുഴുവനും ഒളിച്ചിരിക്കുകയായിരുന്നു. വിശന്നും ക്ഷീണിച്ചും തളർന്ന മക്കളോട് അവർ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം, നിങ്ങളെ മൂത്താപ്പ നോക്കുമെന്നാണ്. ഉമ്മയും ഉപ്പയും പിരിയാൻ മനസ്സില്ലെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ വന്ന കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആ മടങ്ങുന്ന സമയത്ത് തന്നെ 2 പ്രാവശ്യം അവർ വെടിവെച്ച് കേട്ടു. ഉപ്പയും ഉമ്മയും മരിച്ചു വീഴുന്നത് കണ്ടവർ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ആരുമില്ലാതെ ആയിപ്പോയ കുട്ടികളെ പിന്നീട് കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഓർഫനേജ് ഏറ്റെടുക്കുകയായിരുന്നു. പഠനവും ഭക്ഷണവും വസ്ത്രവും എല്ലാം അവർ ഏറ്റെടുത്തു. ആ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. എന്നാൽ ഇവർക്ക് സ്കൂൾ വെക്കേഷൻ ടൈം ആകുമ്പോൾ പോയി നിൽക്കാൻ ഒരു വീടില്ലായിരുന്നു. കാടിന്റെ അടുത്തുള്ള ടാർപോളിൻ മേഞ്ഞ ഒരു ഷെഡായിരുന്നു ഇവരുടെ വീടെന്ന് പറയുന്നത്. അവിടേക്ക് പോകാനാണെങ്കിൽ അവർക്ക് പേടിയുമായിരുന്നു. അങ്ങനെ ആ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇവർക്കൊരു ചെറിയ വീട് വെച്ച് കൊടുക്കാൻ പണം പിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വേണ്ട ഓരോ ദിവസവും കുറച്ച് പൈസ വീതം മാറ്റിവെക്കാനാണ് കുട്ടികളോട് പറഞ്ഞത്. 1 വർഷം കൊണ്ട് എത്ര പൈസ കിട്ടുമെന്ന് നോക്കാമെന്നും അധ്യാപകർ പറഞ്ഞു. ആ സ്കൂളിലെ കുട്ടികൾ ചെലവുകൾ ചുരുക്കി ചില്ലറ പൈസകൾ സമ്പാദിക്കാൻ തുടങ്ങി. മിഠായി വാങ്ങുന്ന കാശും ഐസ്ക്രീം വാങ്ങുന്നതും പുസ്തകവും പേനയും വാങ്ങുമ്പോൾ ബാക്കി വരുന്ന ചില്ലറയും എല്ലാം അവർ കൂട്ടിവെച്ചു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഇവരെല്ലാം ചേർന്ന വലിയ കൂട്ടായ്മ സ്വരുക്കൂട്ടിയ പണം കൊണ്ട് വീട് പണിയാൻ തീരുമാനിച്ചു. ഒരു ചെറിയ വീട് പെട്ടെന്ന് തന്നെ ഭംഗിയായി ഇവർ പണി തീർത്ത് റെഡിയാക്കി കൊടുത്തു. ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് ക്ഷണിക്കാനായി അധ്യാപകർ മരണപ്പെട്ട SI വിജയകൃഷ്ണന്റെ വീട്ടിലെത്തി. ആ കുടുംബത്തിലെ നാഥനെ വെടിവെച്ചു കൊന്ന ആളുടെ മക്കൾക്കായുള്ള വീടിന്റെ താക്കോൽദാന ചടങ്ങിലേക്കാണ് ശോഭനയെയും 2 മക്കളെയും അവർ ക്ഷണിക്കുന്നത്. താൻ പുറത്തൊന്നും പോകാറില്ലെന്ന് പറഞ്ഞ ശോഭന കണ്ണീരോടെ പറഞ്ഞത് ആ കുട്ടികളോട് നന്നായി പഠിക്കാൻ പറയണമെന്നാണ്. അതിനായി കഴിയുന്ന സഹായം ചെയ്യാമെന്നും അവർ പറഞ്ഞു. ഞാൻ വരാത്തതിന് മക്കൾക്കൊരു വിഷമം വേണ്ട, എൻ്റെ മകൻ വിനുവിനെ ഞാൻ പറഞ്ഞേക്കാം എന്നുകൂടി അവർ എന്തായാലും പറഞ്ഞു. ആ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നത് ചെറിയൊരു വേദിയിലാണ്. സ്ഥലം MLAയും നാട്ടിലെ പ്രമാണിമാരും എല്ലാം ഉണ്ടായിരുന്നു. വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ദിൽഷാദിനെയും മൂസനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി. ദിൽഷാദും മൂസനെയും എഴുന്നേറ്റ് ആ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരാൾ കൂടി അവർക്കൊപ്പം എത്തിയിരുന്നു. മരണപ്പെട്ട SI വിജയകൃഷ്ണന്റെ മകൻ വിനൂപ് ആയിരുന്നു അത്. ദിൽഷാദിനെയും മൂസനെയും തന്റെ ഇടത്തും വലത്തും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ താക്കോൽ അവർ ഏറ്റുവാങ്ങി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലി മരിക്കുന്നവരും ചെറിയ കാര്യങ്ങളുടെ പേരിൽ മരണം വരെ വിദ്വേഷം കൊണ്ട് നടക്കുന്നവരുമൊക്കെ കാണേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. അത്താണി നഷ്ടപ്പെട്ട 2 കുടുംബങ്ങളിലെ കുട്ടികൾ ഒന്നായി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച.